എമർജൻസി അല്ലേ അത്? പിന്നെ സംഭവിച്ചിട്ട് എന്താ കാര്യം? നിങ്ങൾ വന്നിട്ട് ഇനിയിപ്പോ നാളെ വേറെ വരിക. ഇന്നലെ വില്ലേജ് ഓഫീസർ അടക്കം 3 മണിക്ക് കളക്ടറേറ്റിൽ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്, പരിഹാരമുണ്ടാവും എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിലാണ് ഇന്നലെ റോഡ് തടയാതിരുന്നത്. ഇന്ന് റോഡ് തടയുന്നത് ഇന്നലത്തെ തീരുമാനത്തിന് ഫലമുണ്ടായിട്ടില്ല. ഞങ്ങൾ നിങ്ങൾ പറഞ്ഞ ആളല്ല. ഒരു മിനിറ്റ് കളക്ടർ വന്ന് നമുക്ക് ഉറപ്പ് തരാണ്ട് ഇവിടുന്ന് നമ്മ മാറൂല, അതിലൊരു സംശയവും വേണ്ട. ഇല്ല നമ്മൾ അറസ്റ്റ് ചെയ്തോ? കളക്ടർ വന്ന് നമുക്ക് ഉറപ്പ് തരാണ്ട് ഇവിടുന്ന് നമ്മ മാറൂല. കളക്ടർ വന്നാൽ മതി, കളക്ടർ വന്നിട്ട് നമുക്കൊരു ഉറപ്പ് വന്നാൽ മതി, നമ്മ മാറിക്കോളാം. ഇത് ജനങ്ങൾ രാവിലെ മുതലേ തുടങ്ങിയത്, ഒരുപാട് ജനങ്ങൾ ഭീതിയിലാണ്. അതുകൊണ്ടാണ് നിങ്ങൾ പ്രതിഷേധിക്കുന്നത്. ഞങ്ങളെ കളക്ടർ വരാണ്ട് ഞങ്ങൾ പ്രതിഷേധം മാറൂല. ഇന്നലെ പെയ്ത അതിശക്തമായ മഴയോടുകൂടി അതിന്റെ പ്രശ്നം ആരംഭിച്ചത്. ഇതിന്റെ താഴെ നിൽക്കുന്ന മുഴുവൻ വീടുകളിലേക്ക് ചളി ഒഴുകി വന്നിട്ട്, അപ്പൊ ഇവിടത്തേക്ക് ഹൈവേ നിർമ്മാണം എന്ന് പറഞ്ഞാൽ അശാസ്ത്രീയമാണ്. ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള പഠനം നടത്താണ്ടാണ് നിർമ്മിച്ചത്. അതിന്റെ ഭാഗമായിട്ട് ഇതിപ്പോ ഉണ്ടാകുന്നത്. ആംബുലൻസിനൊന്നും ഇവിടെ ഒരു തടസ്സവും ഇല്ല. ആംബുലൻസ് ചുടൽ വഴി മുക്കുന്ന് കുപ്പത്തേക്ക് എത്താനുള്ള വഴിയുണ്ട്. അങ്ങനെ ഒരു രോഗിനെയും ഞങ്ങൾ തടയുന്ന ആവശ്യമില്ല. ഇന്നലെ ഞങ്ങളോട് കൃത്യമായി ഇതേ വർത്താനം പറഞ്ഞതാണ്, 3 മണിക്ക് മീറ്റിംഗ് ഉണ്ടെന്ന്. അതേ വർത്താനം ഇന്നും പറയുന്നത് 12 മണിക്ക് മീറ്റിംഗ് ഉണ്ട്. ഞങ്ങൾ അംഗീകരിക്കില്ല. ഞങ്ങൾ ജീവൻ പണയം വെച്ചിട്ട് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്, അല്ലാതെ യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കാനോ അങ്ങനത്തെ ഒരു പ്രശ്നം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ജീവനൊരു ഭീഷണിയാണ്. അവിടെ താഴത്ത് കിടക്കുന്ന 2 രോഗികളുള്ള ഒരു വീടാണ്. ആ വീട് കട്ട വീടാണ്. ഇന്ന് ഇടിഞ്ഞു പോകുക. അത് അതിന് കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ ഇതേ അവസ്ഥ ഉന്നയിച്ചതാണ്, ഈ ആവശ്യം ഉന്നയിച്ചതാണ് വെള്ളം കയറിയപ്പോൾ. ഈ പ്രാവശ്യം അതിനേക്കാളും കഷ്ടത്തിലാണ് അനുഭവിക്കുന്നത്. കളക്ടറുടെ ശ്രദ്ധയിലോ അല്ലെങ്കിൽ ആർഡിഒന്റെ ശ്രദ്ധയിലൊക്കെ ആർഡിഒന്റെ ശ്രദ്ധയിൽപ്പെടുത്തി ആർഡിഒ പറഞ്ഞതെന്ന് വെച്ചാൽ 12 മണിക്ക് കളക്ടറുടെ സാന്നിധ്യത്തിൽ അവിടെ മീറ്റിംഗ് കൂടി മേഘാ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ MD-യുമായിട്ട് ഒരു പരിഹാരം ഉണ്ടാക്കുക എന്നാണ് പറയുന്നത്. പക്ഷെ ഞങ്ങൾക്കതൊരു വിശ്വാസമില്ല. ഞങ്ങൾക്ക് വിശ്വാസം വേണമെങ്കിൽ കളക്ടർ ഇവിടെ ഈ സൈറ്റിലെത്തി ഈ സൈറ്റ് ഒന്ന് സന്ദർശിച്ചിട്ട് പോയാൽ മാത്രമേ ഈ ഒരു സമരം നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയുള്ളൂ. കാരണം ജനങ്ങൾ ഭീതിയിലാണ്. ഇന്നലെ മുതലേ ജനങ്ങൾ കിടന്നുറങ്ങുന്നില്ല. ആ വീട്ടിലെ കുട്ടികൾക്കോ ഭക്ഷണം ഉണ്ടാക്കാനോ പറ്റുന്നില്ല. അപ്പോൾ വീട്ടിൽ നിന്ന് മരിക്കുന്നതിനെക്കാട്ടി റോഡിൽ നിന്ന് മരിക്കാം എന്നുള്ള ചിന്താഗതിയാണ് ജനങ്ങൾക്കുള്ളത്. ആ ഒരു 2 ഗവൺമെന്റും പ്രതിനിധിത്വം ഏറ്റെടുക്കാൻ വേണ്ടി മത്സരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ കേരള ഗവൺമെന്റിനാണ് ഈ വികസനം എന്ന് പറഞ്ഞുകൊണ്ടും കേന്ദ്ര ഗവൺമെന്റിനാണ് ഈ വികസനം എന്ന് പറഞ്ഞുകൊണ്ടും പ്രതിനിധിത്വം ഏറ്റെടുക്കുന്ന ഈ ഗവൺമെന്റ് കണ്ണ് തുറന്നില്ല എങ്കിൽ ഈ സമരം ഇന്ന് സൂചന മാത്രമാണ്. അല്ലെങ്കിൽ ഈ സമരം ആളിക്കത്തും. കാരണം ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഈ സമരത്തെ നമ്മൾ നേരിടും. കാരണം എന്താ വെച്ചാൽ ഇതൊരു രാഷ്ട്രീയ സമരമല്ല, ഇത് ജനങ്ങളുടെ സമരമാണ്. അല്ല, ഇവിടുത്തെ ജനങ്ങൾ വളരെയേറെ ദുരിതത്തിലാണുള്ളത്. അതെല്ലാവർക്കും നേർസാക്ഷിയായിട്ട് കാണുന്നതാണ്. നമ്മളിവിടെ നിന്നുകൊണ്ടിരിക്കുമ്പോൾ പോലും പുറകിലുള്ളത് വീണുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും രൂക്ഷമായ ഒരു കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടും കുട്ടികളും സ്ത്രീകളും ഭയന്നിട്ട് രാത്രി ഉറങ്ങാൻ കഴിയാത്ത ഭീതിയിലുണ്ടായിട്ട് അത് ഇന്നലെ അറിയിച്ചിട്ടും